കൂടെ നീയില്ലെങ്കിൽ ഇനി ഞാനില്ലല്ലോ. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, കരളിൽ തഴുകും. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, ജനുവരി 21. ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് കേട്ടോ. 2nd ആനിവേഴ്സറി ആണ്. എത്ര പെട്ടെന്ന് അറിയില്ല, 2 വർഷം കടന്നു പോയത് കേട്ടോ. നമ്മൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നൈറ്റ് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തിയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോയാണ് ഇത്. അത് കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ അമ്പലമാണ് കേട്ടോ ഇത്. അമ്പലം വരുന്നത് വീടിൻ്റെ അടുത്താണെങ്കിലും ഞാൻ എൻ്റെ കല്യാണത്തിനാണ് കേട്ടോ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. കുട്ടിക്കാലത്ത് പോയൊരു ഓർമ്മ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ വലുതായിട്ട് ഞാൻ ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഇടാൻ പാടില്ല കേട്ടോ, അതാണ് സൈത്തേട്ടനെ തയ്ച്ചിട്ട് നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് പോയിട്ടോ. പിന്നെ ഇതാ വൈകുന്നേരം ഗിഫ്റ്റൊക്കെ പരസ്പരം തന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിതാണേ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. സൈത്തേട്ടൻ ഈ ഒരു ടീഷർട്ടുമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. തലേദിവസം കേക്ക് വാങ്ങിയതുകൊണ്ട് തന്നെ ഒരു നോർമൽ കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അച്ഛനുണ്ട് കേട്ടോ. അച്ഛൻ ഫുഡ് കഴിക്കുകയാണ് ആ സമയം. അച്ഛൻ ഷാർപ്പ് 7 മണിക്ക് തന്നെ ഫുഡ് കഴിക്കും കേട്ടോ, കാരണം മരുന്ന് കുടിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കേക്ക് കട്ട് ചെയ്തിട്ട് 2 പീസ് അവിടെയും കൊണ്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ അടിപൊളി കേക്കൊക്കെ ആയിരുന്നേ വാങ്ങിയിട്ടുണ്ട്. ആനിവേഴ്സറിക്ക് സൈത്തേട്ടൻ എനിക്കൊരു ഡയമണ്ട് റിംഗ് ആണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. ഞാനൊരു സിൽവർ ബ്രേസ്ലെറ്റ് ആണ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീടെത്തി കേക്കൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ പെട്ടെന്നിട്ടൊരു പ്ലാനാണ് കേട്ടോ സിനിമയ്ക്ക് പോകാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കമ്പളക്കാട്ടുള്ള ഫേമസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. എപ്പോഴും പോകുന്ന സ്പോട്ടൊന്ന് മാറ്റി പിടിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. നല്ല പ്രൈവസി ഉണ്ട് കേട്ടോ, കാരണം ഇവിടെ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ആ പെരി പെരി അൽഫാമും സൈത്തേട്ടൻ കാന്താരി അൽഫാമുമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. റൈസൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് സ്പോട്ട് മാറ്റി പിടിച്ചാലും മന്തി മാറ്റി പിടിക്കില്ല കേട്ടോ. മന്തി നമ്മുടെ മെയിൻ ഐറ്റമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ജൈത്രയിലേക്കാണ്. സർവ്വമായ കാണാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. 9:15 സമയം. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സൈത്തേട്ടൻ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സിനിമ അങ്ങനെ ഇൻ്റർവെൽ ആയിട്ടുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ സൈത്തേട്ടൻ പോയിട്ട് പോപ്കോണൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. 12 മണി കഴിഞ്ഞു കേട്ടോ സിനിമ കഴിഞ്ഞപ്പം. 9:30 ഷോയ്ക്കാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അതാന്ന് തോന്നുന്നു കേട്ടോ ആൾ കുറവ്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഞ്ഞാണ് കേട്ടോ. വണ്ടിയിലേക്ക് ഇങ്ങനെ വന്ന് അടിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എനിക്ക് പേടി വല്ല കടുവയോ പുലിയോ എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ്. അങ്ങനെ ഞങ്ങളുടെ കൂടത്തുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉത്സവം ആവാനായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയപ്പോൾ 12:30 ആയിട്ടോ. അങ്ങനെ ഈ വർഷത്തെ ആനിവേഴ്സറി അടിപൊളിയായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.